സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വായിക്കുന്നു, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. ഇപ്പോൾ വായിച്ചത് എന്നതല്ല പ്രധാനം, അത് നാം അനുസരിക്കേണ്ടതാണ്. അത് വായിക്കാൻ എളുപ്പമാണ്, പടപടപടാന്ന് നമ്മൾ വായിക്കും, അതല്ല അവിടെ കാര്യം. യൗവനക്കാരത്തികളായ സ്ത്രീകൾ, അവിടെ നിൽക്കൂ. ആരാണവർ? യൗവനക്കാരത്തികളായ സ്ത്രീകൾ. യൗവനക്കാരത്തികളായവർ തൻ്റെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ആയിരിക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായമായി കഴിയുമ്പോൾ 10-30 വർഷമായിട്ട് കുടുംബജീവിതം നയിക്കുമല്ലേ, ഇനി അങ്ങ് കീഴ്പ്പെട്ടാക്കാമെന്ന് വിചാരിച്ച് കീഴ്പ്പെടാറുണ്ട്. പുതുതായി വിവാഹം കഴിച്ചവരെ നോക്കൂ, പുതുതായി കല്യാണം കഴിച്ചവരെ ശ്രദ്ധിക്കൂ. അവരുടെ വീട്ടിൽ ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടെ അവരുടെ അച്ഛനോടും അമ്മയോടും ആവശ്യമുള്ളതെല്ലാം ചോദിച്ച് വാങ്ങിച്ചിട്ട് ഫ്രീ ആയിട്ട് നടന്നവർ പെട്ടെന്ന് കല്യാണം കഴിച്ച് ഭർത്താവിന് കീഴ്പ്പെടണമെന്ന് പറയുമ്പോൾ അതവർക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമേ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരും ദൈവദാസന്മാരൊക്കെയാണ്, അവരും ദൈവവേല ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മകളെ വിളിച്ചോണ്ട് പോകാനിടയായി എന്നൊരുവൻ കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നത് കേട്ടു. അതെന്തൊരു വിശ്വാസമാകുന്നു, അതെന്തൊരു ക്രിസ്ത്യാനിത്വമാണ്. നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ, നീ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞിട്ടും നിന്റെ മകളെ ഭർത്താവിന് കീഴ്പ്പെടാതെ ഇരിക്കുവാൻ പ്രേരിപ്പിച്ചാൽ അത് ക്രിസ്ത്യാനിത്വമാണോ? അതുകൊണ്ടാണ് പറയുന്നത്, പത്യോപദേശം കൊടുക്കൂ. പാസ്റ്റർ നിങ്ങൾക്കത് ഉപദേശിച്ച് തന്നിട്ടില്ലേ? നീ കല്യാണം കഴിക്കുന്ന സമയത്ത് വിവാഹ വാഗ്ദത്ത വചനങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കൂ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏതവസ്ഥയിലും ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിന്നെ വിട്ട് പിരിഞ്ഞു പോകാതെ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ നാം ഒരുമിച്ച് ജീവിക്കും എന്നത് ദൈവത്തിന്റെ മുൻപാകെ, സഭയുടെ മുൻപാകെ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യം മറന്നുപോയിരിക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? സമ്പത്തിലാണെങ്കിലും ഇല്ലായ്മയിലാണെങ്കിലും ദുഃഖത്തിലാണേലും സുഖത്തിലാണേലും ഭർത്താവിന് ഭാര്യയെ കീഴ്പ്പെടണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവീൻ. ഭർത്താവിന് കീഴ്പ്പെടാൻ കഴിയില്ലെങ്കിൽ നീ കല്യാണം കഴിക്കരുത്. എന്താണ്? കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ മേൽ ഭരണം നടത്തുകയാണെങ്കിൽ അത് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് നേരെയുള്ള കാര്യം അല്ല. ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നേരെയാകുന്നു, എന്റെ ഭർത്താവിനോട് ഞാൻ മിണ്ടത്തില്ല എന്ന് നീ പറയുകയാണെങ്കിൽ നിന്റെ വിശ്വാസം യഥാർത്ഥമായത് അല്ല. യൗവന സ്ത്രീകളോട് ഉപദേശിച്ചു കൊടുക്കുക, തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഭർത്താക്കന്മാരെയും ശിശുക്കളെയും സ്നേഹിക്കുക. ഈ കാലത്ത് ഭാര്യ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഈ കാലങ്ങളിൽ കല്യാണം കഴിച്ചിട്ട് സ്നേഹിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, സ്നേഹിച്ചിട്ടാണ് അനേകം ആളുകളും കല്യാണം കഴിക്കുന്നത്. പ്രേമിച്ചിട്ടാണ് കൂടുതൽ ആളുകളും ഈ കാലത്ത് കല്യാണം കഴിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് സ്നേഹം എന്നൊക്കെ പറയും, എന്നാൽ അവസാനം കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സ്നേഹവും പ്രേമവും ഒന്നും കാണുകയില്ലെന്ന് പലരും സാക്ഷ്യത്തിലൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സ്നേഹം അല്ല. കല്യാണത്തിന് മുൻപുണ്ടായിരിക്കുന്നത് കാമമാണ്, ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ഇച്ഛയാണ്. എന്താണ്? ഒരു തരത്തിലുള്ള ഇഷ്ടമാണ്, ഒരു തരത്തിലുള്ള ആകർഷണം. അത് സത്യമല്ല. അത് കുറച്ചു കാലത്തെ കാണൂ. ആകർഷണം എന്നത് കുറച്ചു കാലത്തെ കാണൂ. എന്നാൽ വിവാഹം എന്നത് അവസാനം വരെ, മരണം വരെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുൻപ് സ്നേഹിക്കുന്നതിനേക്കാൾ കല്യാണം കഴിച്ചിട്ട് സ്നേഹിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയെ അമ്മയായ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. അന്നു മുതൽ അവളെ സ്നേഹിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടാണ് സ്നേഹിച്ചത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. സ്നേഹത്തെ പണം കൊണ്ടും സാധനങ്ങൾ കൊണ്ടും അളക്കുവാൻ ശ്രമിക്കരുത്. സ്നേഹമെന്നാൽ സഹിക്കുന്നതാണ്, വഹിക്കുന്നതാണ്, ക്ഷമിക്കുന്നതാണ്, മറ്റുള്ളവരുടെ ഭാരങ്ങളെ നാം വഹിക്കുന്നതാണ്, മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതാണ്. അതാണ് സ്നേഹം. ഒരു മാതാവ് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് കുഞ്ഞിന് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? പറയൂ, ആ കുഞ്ഞിന് എന്താണ് മാതാവ് സ്നേഹത്തോടെ ചെയ്യുന്നത്? ത്യാഗം ചെയ്തു കൊടുക്കുകയാണ്. ഒരു 10 പൈസ ആരും സഹായിക്കുകയില്ല, ആ കുഞ്ഞിനെ മറ്റാരും നോക്കില്ല. എന്നാൽ മറ്റാരുടെ പ്രേരണ കൊണ്ടല്ല, എന്താണ്? ആ മാതൃസ്നേഹം കൊണ്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിനെ നീ സ്നേഹിക്കണം. അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും സ്നേഹിക്കണം. വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്നേഹിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം പറഞ്ഞേനെ. ബുദ്ധിമുട്ടാണ്, സ്നേഹിക്കുന്നത് എളുപ്പമല്ല. ദൈവം നമ്മെ സ്നേഹിക്കാനിടയായി. അതവന് ബുദ്ധിമുട്ടായിരുന്നോ എളുപ്പമായിരുന്നോ? എന്താണ്?
ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് സ്വർഗത്തെ വിട്ടുപിരിഞ്ഞ് അവൻ ഇറങ്ങി വരേണ്ടതായി വന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി അവന്റെ ജീവനെ പോലും ബലിയർപ്പിക്കേണ്ടതായി വന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അടിയും ഇടിയും ഏൽക്കേണ്ടതായി വന്നു. നമുക്ക് വേണ്ടി അവന്റെ മുഖത്ത് തുപ്പലുകളേറ്റു, മുൾക്കിരീടം വെക്കേണ്ടി വന്നു, കാലുകളിൽ ആണികൾ അടിച്ചിറക്കി. നമുക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷാവിധിയും അവൻ വഹിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? അതായത് നാം ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് വരേണ്ടതായ ശിക്ഷയും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വഹിക്കുന്നതാണ്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്ന് ചിലർ പറയാറുണ്ട്. സഹിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. സ്നേഹത്തിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. സ്നേഹത്തിന് അഹംഭാവമില്ല. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. സ്നേഹമുള്ള ആളുകൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു സ്ത്രീ, ഒരു മാതൃത്വമുള്ളവൾ, ഒരു ഭാര്യ, ഒരു വിലയേറിയ വ്യക്തി, അങ്ങനെയുള്ള സ്ത്രീകൾ തന്റെ വീട് പണിയുന്നതിന് വേണ്ടി, അതാണ് ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് കെട്ടിപ്പണിയുന്നു, വീട് പണിയുന്നു. അവൾ ഭോഷ്യാണെങ്കിലോ, ഭർത്താവ് ക്രൂരനാണെങ്കിലും സ്ത്രീ നല്ല വ്യക്തിയാണെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടാനിടയാകും. ഭർത്താവ് എത്ര ജ്ഞാനിയാണെങ്കിലും എത്ര സമ്പാദിച്ചു കൊണ്ടുവന്നാലും ആ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഭോക്ഷയാണെങ്കിൽ ആ വീട് നശിച്ചു പോകും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, സ്ത്രീകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. സ്ത്രീകൾ വീട്ടിൽ ചെന്നിട്ട് സദൃശവാക്യങ്ങൾ 38 അധ്യായം വായിക്കൂ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ളതായ പദ്ധതികൾ എന്താണ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നിൽ എങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണപ്പെടണം? നീ ഏതു രീതിയിൽ മുൻപോട്ട് ജീവിക്കണം? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എങ്ങനെ കഷ്ടപ്പെടണം? എങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്നെല്ലാം നീ പഠിക്കണം. ഭർത്താവിനെയും ശിശുക്കളെയും സ്നേഹിക്കുക. ശിശുക്കളെ നാം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കാത്ത അമ്മമാർ ഈ കാലത്ത് ഉണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന സ്ത്രീകൾ ഇന്ന് ഉണ്ട്. ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തുവാൻ വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് സുഖമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബക്കാരുണ്ട്. എന്തൊരവസ്ഥയാണ്! കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? നീ ഇല്ലാതെ അവരുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? നിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമോ വാത്സല്യമോ ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് വളർന്നാൽ ആ കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കാനിടയാകും. ഇന്നത്തെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ എടുക്കുകയില്ല. കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കുഞ്ഞുമായിട്ടുള്ള സ്നേഹബന്ധം വളരുകയാണ് ചെയ്യുന്നത്. ആ ബന്ധത്തിൽ നീ കരഞ്ഞാൽ അവരും കരയും, അവർ കരഞ്ഞാൽ നീയും കരയും. ആ കുഞ്ഞിനും നിനക്കും തമ്മിൽ വലിയ ബന്ധം ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെ ആണ് നമ്മുടെ ഇന്ത്യയിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വണ്ടിയിൽ കയറ്റി എത്തിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും, പട്ടുകുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ. ശരി, 24 മണിക്കൂർ എടുക്കാൻ വേണ്ടി പറയുന്നില്ല, എന്നാൽ കുറച്ച് സമയമെങ്കിലും നിന്റെ ശിശുക്കളെ, പ്രധാനമായ ശിശുക്കളെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആദ്യം മനസ്സിലാക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവന് തിരിച്ചറിയാൻ കഴിയുന്നത് അമ്മയുടെ ശബ്ദത്തെയാണ്. അത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം പറയും കരയല്ലേ കരയല്ലേ, എന്നാൽ കുഞ്ഞ് അതിന്റെ അമ്മ വന്ന് കരയല്ലേ എന്ന് പറയുന്നവരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുഞ്ഞിനറിയാം എൻ്റെ അമ്മ വന്നു എന്നുള്ള കാര്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതോ ഇല്ലയോ? എന്താണ്? അമ്മയ്ക്ക് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ആ കുഞ്ഞ്. ആ കുഞ്ഞിന് ആ മാതൃസ്നേഹം അത്രമാത്രം ആവശ്യമായിരിക്കുന്നു. എന്നാൽ ഇന്ന് തന്നെ സമയമില്ല TV കാണാന്, ഫോൺ നോക്കാന്, സീരിയൽ കണ്ടുകൊണ്ടേയിരിക്കും. കുഞ്ഞ് അവിടെ കാണാൻ കിടന്നുറങ്ങട്ടെ, അവിടെ കിടക്ക്, ഞാൻ നോക്കട്ടെ സീരിയൽ കുറച്ചു നേരം. അതിന് മാത്രം എന്താണ് ഈ സീരിയൽ ഇത്രമാത്രം നോക്കാനിരിക്കുന്നത്? ഇപ്പോഴത്തെ സീരിയലുകളിൽ സ്ത്രീ വില്ലൻ കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ലീഡർഷിപ്പ് എടുക്കണം, എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെ കുടുംബം കൊണ്ടുപോകണം എന്നുള്ള ലീഡർഷിപ്പ് എടുത്തുകൊണ്ടാണ് സീരിയലിനകത്ത് കൂടുതൽ കാണിക്കുക. അതുകൊണ്ടാണ് സ്ത്രീകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതെല്ലാം സീരിയൽ മാത്രമാണ്, അത് യാഥാർത്ഥ്യമല്ല. എന്താണ്? യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ നടക്കില്ല. നിന്റെ കുടുംബം നശിച്ചു പോകും. നീ ദൈവ പൈതലാണെങ്കിൽ വളരെ സൂക്ഷിച്ചായിരിക്കണം. ടിവിയിൽ വരുന്ന എല്ലാ വേസ്റ്റ് കാര്യങ്ങളും നീ കാണാൻ നിൽക്കരുത്. ആവശ്യമുള്ളത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചു നേരം ന്യൂസ് കാണുക. അതുപോലെ സമയം കിട്ടുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ശ്രമിക്കൂ. അതുപോലെ നീ സമയമെടുത്തിട്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കൂ. അതാണ് വേണ്ടത്. എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇരിക്കും? സങ്കല്പ കഥകളും കെട്ടുകഥകളും അല്ലാതെ ഒന്നും തന്നെ ടിവിയിൽ കാണാൻ കഴിയുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം എന്തെല്ലാം കൊടുത്താലും ആ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മക്കൾ നിനക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ, മോനെ മോനെ എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഇന്ന് അനേകം കൊച്ചു കുട്ടികൾ മാനസികമായി വളരെ വിഷമിക്കുന്നവരുണ്ട്. അവർ പഠനത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. അവർക്ക് സമാധാനം കിട്ടുന്നില്ല. ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണുന്ന കുഞ്ഞുങ്ങൾ മാനസികമായി ബലഹീനരായി പോകുമെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അവർക്കൊരു തരത്തിലുള്ള ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്.
അവർ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകും. അവർക്ക് എപ്പോഴും ഒരു ഭയമാണ്. വെളിയിലേക്ക് വരുവാൻ, എല്ലാവരോടും സംസാരിക്കുവാൻ അവർക്ക് ഭയമാണ്. സമൂഹത്തിൽ വരികയില്ല. ഒരുതരം നാണമാണ്. ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണെങ്കിൽ നാം സമൂഹത്തിൽ എത്ര ധനമുണ്ടാക്കിയാലും എന്തെല്ലാം നേടിയാലും അതുകൊണ്ട് ഒന്നും സാധിക്കുവാൻ കഴിയില്ല. നിനക്ക് നൽകിയ കുഞ്ഞുങ്ങളെ നല്ലതായി വളർത്തിക്കൊണ്ടുവന്നാൽ, അവരെ ദൈവത്തിന്റെ സാക്ഷികളായി വളർത്തിയാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതാണ്. നിന്റെ മക്കളെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ വളർത്തൂ. എന്നാൽ ദൈവം തന്ന കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ളതുപോലെ വളർത്താനല്ല ദൈവം നൽകിയിരിക്കുന്നത്. നീ അവരെ യോഗ്യരാക്കി വളർത്തിയിട്ട് ദൈവത്തോട് കണക്ക് കൊടുക്കണം. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മക്കൾ വലിയ സമ്പത്താണ്. സ്ത്രീകൾ അത് മനസ്സിലാക്കി ഭർത്താവിനെയും ശിശുക്കളെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് സുബോധം ഉള്ളവരും അതുപോലെ പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും വീട്ടുകാര്യം നോക്കേണ്ടതാണ്. പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, വീട് കാണുകയാണ് എങ്കിൽ വീട്ടുകാരത്തിയെ കാണുവാൻ കഴിയും. എന്താണ്? വീട് അടിച്ചുവാരി നല്ല വൃത്തിക്കിടുകയാണു എങ്കിൽ വീട്ടുകാരത്തി നല്ല വൃത്തിയുള്ളവളാണെന്നാണ്. എന്നാൽ ഈ കാലത്ത് ചില സ്ത്രീകൾ മൊത്തം അലങ്കോലമാക്കി വീടിടുന്നത് കാണാം. ഓഫീസിൽ പോകാൻ സമയമായി, ബെന്നിനെവിടെ എന്ന് ചോദിച്ചിട്ട് കട്ടിലിന്റെ അടിയിലെ മേശയുടെ കീഴിലെല്ലാം ഷെൽഫിലും അവിടെല്ലാം അരമണിക്കൂർ നോക്കും. അവസാനം അരമണിക്കൂർ കഴിഞ്ഞ് കിട്ടും. എവിടെ നിന്നറിയാമോ? ഷൂവിന്റെ അടയ്ക്കൊന്നായിരിക്കും എടുക്കുന്നത്. അവനത് ഊരിക്കളഞ്ഞ സമയത്ത് നേരെ അവിടെ പോയാണ് വീണത്. പിന്നെ ആവശ്യം വരുന്ന സമയത്താണ് അത് തപ്പി നടക്കുന്നത്. എന്താണ്, നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ അവിടെ തന്നെയാണോ ഇരിക്കുന്നത്? അതോ എല്ലാം തപ്പി നടക്കേണ്ടി വരുമോ? എല്ലാം അന്വേഷിച്ച് നടക്കേണ്ടി വരുമോ? നിങ്ങളുടെ ജീരകം ഇട്ടിരിക്കുന്ന ജീരകപ്പാട്ടയിൽ തന്നെയാണോ? അതോ അതിന്റെ അടപ്പൂരി കളഞ്ഞ പിന്നെ ഏതാണ് നിങ്ങൾക്ക് അറിയുകയില്ലേ? ചില ആളുടെ അടുക്കള നോക്കിയാൽ പിന്നെ പറയേണ്ടതേ ഇല്ല. മൊത്തം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടിരിക്കുക, മൊത്തം ചിലന്തി വല. എന്തുകൊണ്ടാണ് ഫുഡ് പോയിസൺ ആണെന്ന് ചോദിക്കുന്നു. കറി ഉണ്ടാക്കിയ സമയത്ത് മുകളിൽ നിന്ന് ചിലന്തി വീഴുക, അതിനിട്ട് അകത്തിട്ട് നല്ലോണം ഇളക്കുകയാണ്. അത് മാരകമായ വിഷമാകുന്നു. വലിയ പോയിസൺ ആണത്. അതായത് സ്ത്രീകൾ മാത്രം പണി ചെയ്യണം, ബാക്കിയുള്ളവർ കിടന്നുറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീയായ നീ പണി ചെയ്യുകയാണെങ്കിൽ നിന്റെ മക്കൾ അത് കണ്ടിട്ട് നിന്നെ സഹായിക്കും. അതുകൊണ്ട് ഭർത്താവ് നിന്നോടൊപ്പം വന്ന് നിന്നെ സഹായിക്കും. ഈ ദിവസം മുതൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല യൗവനക്കാരത്തികളായിരിക്കുവാൻ സ്ത്രീകളോട് പറയൂ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെയായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഏതെല്ലാം സ്ത്രീകളാണോ തന്റെ ഭർത്താവിനെ പരിഗണിക്കാതെ, കുഞ്ഞുങ്ങളെ നോക്കാതെ, കുടുംബത്തെ നോക്കാതെ ഭർത്താവിന് മക്കൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള സ്ത്രീകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഭോഷത്വം പ്രവർത്തിക്കുന്ന, ക്രൂരത പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഇന്നു മുതൽ അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്ന, ഭർത്താവിനെ ശ്രദ്ധിക്കുന്ന, വീട് കെട്ടിപ്പണിയുന്ന ജ്ഞാനമുള്ള സ്ത്രീകളാക്കി മാറ്റിയെടുക്കണമേ. അറിവുള്ളവരാക്കി മാറ്റിയെടുക്കണമേ. ബുദ്ധിയുള്ളവരാക്കി മാറ്റിയെടുക്കണമേ. കുടുംബം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തണമേ. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കണമേ. തങ്ങൾ കാരണം ഭർത്താവ് മദ്യപാനിയായി പോകാൻ ഇടയാകാതെ സ്നേഹത്തോടെ അവരോട് പെരുമാറുവാൻ സഹായിക്കണമേ. അവരെ സഹിക്കുവാൻ അവരെ സഹായിക്കണമേ. അവരോട് ക്ഷമിക്കാൻ അവരെ സഹായിക്കണമേ. ആ സ്നേഹം, കാൽവറി സ്നേഹം എല്ലാ സ്ത്രീകളുടെ ഹൃദയത്തിലേക്ക് പകരണമേ. എല്ലാ പുരുഷന്മാരുടെ ഹൃദയത്തിലേക്ക് പകരണമേ. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കുടുംബം നടത്താൻ കഴിയൂ. ആ സ്നേഹം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ള ശക്തി ഇവിടെയായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.
യേശുവേ 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 യേശുവേ